എന്റെ വീടിനടുത്തുള്ള ATMലെ സെക്യൂരിറ്റിയാണ്. പോലീസ് ഓഫീസർ ആകണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. ഇനി മാഡത്തിന്റെ ഓർഡർ മാത്രം കിട്ടിയാൽ മതി. സ്പോട്ടിൽ ഞങ്ങൾ CKCയുടെ വീട്ടിൽ റെയ്ഡ് ആരംഭിക്കും. ആ പൗത്രനെ പൊക്കിക്കൊണ്ട് ഞങ്ങൾ പുറത്തു വരും. ഓർഡർ തന്നിരിക്കുന്നു. വേഗം കയറി റെയ്ഡ് ചെയ്യാം. ഹരീന്ദ്ര, ഇയർബഡ് ഫുൾ ടൈം കണക്ട് ആയിരിക്കണം, എന്നാലേ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റൂ. ഇയർബഡ് കണക്ട് ആയിരിക്കും ഫുൾ ടൈം. CKCയുടെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും ലൈവ് ആയിട്ടുണ്ടാവും. എന്താ പോരെ? മതി. എങ്കിൽ പിന്നെ തുടങ്ങിക്കോ. യെസ് മാഡം. ഓക്കെ, ഫോളോ മീ. Excuse me. നിങ്ങളൊക്കെ ആരാ? മനസ്സിലായില്ല. കണ്ടാലറിഞ്ഞൂടെ, ഞങ്ങളൊക്കെ ഇൻകം ടാക്സ് ഓഫീസേഴ്സാ. ഞങ്ങൾ നിങ്ങളുടെ വീട് റെഡി ചെയ്യാൻ പോവാ. എന്ത് റെയ്ഡോ? എന്താ അങ്ങനെ ഒരു വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണോ? ഞാൻ സീനിയർ ഓഫീസർ ഹരികുമാർ. ഇത് ജൂനിയർ ഇൻകം ടാക്സ് ഓഫീസർ അജയ് സി മേനോൻ. ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുധീന. എന്താ സംശയമുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ സംശയം ദൂരീകരിക്കലല്ല ഞങ്ങളുടെ പണി. സാറേ, റെയ്ഡ് തുടങ്ങിക്കും. നിക്ക്. ഇവിടുത്തെ അത്യാവശ്യ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെയൊക്കെ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. ഇത് ഇൻകം ടാക്സ് ഓഫീസിന്റെ പുതിയ ബ്രാഞ്ചാണ്. ഇൻകം ടാക്സ് ഓഫീസിന്റെ പുതിയ ബ്രാഞ്ചോ? ഇതെന്താ ഹോട്ടലോ വല്ലോ ആണോ ബ്രാഞ്ച് തുടങ്ങാൻ? വേണ്ട. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കരുത്. സർ, സമയം കളയാതെ റെയ്ഡ് തുടങ്ങിക്കോ. നിങ്ങളുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. മിസ്റ്റർ അജയ്, ഫോളോ മീ. നിക്ക്. റെയ്ഡൊന്നും ഞാൻ തടയുന്നില്ല, പക്ഷേ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണം. നിങ്ങൾ റെയ്ഡ് നടക്കുന്നത് സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ? ഇവിടുന്ന് ആരും ഫോൺ ചെയ്യാൻ പാടില്ല. ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ. അല്ല, നിങ്ങൾ എന്തിനാ എല്ലാം വീഡിയോ എടുക്കുന്നത്? ഇത് വെറും വീഡിയോ റെക്കോർഡിംഗ് അല്ല. എന്റെ സീനിയർ ഓഫീസർ ഓഫീസിലിരുന്ന് എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ ബോസ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം എനിക്ക് റെയ്ഡ് നടത്താൻ. മനസ്സിലായില്ലേ? മിസ്റ്റർ അജയ്, വരൂ നിങ്ങൾ എന്റെ കൂടെ. ആദ്യം മുകളിലത്തെ റൂമുകൾ പരിശോധിക്കാം. മാഡം, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചേ പറ്റൂ. എങ്ങോട്ട് പോവാ? ഇവിടെ നിൽക്ക്. മാഡം, ഞങ്ങൾ മുകളിലത്തെ നിലയിലെത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ല? കാണുന്നുണ്ട് ഹരീന്ദ്ര. എന്തായാലും വെറുതെ സമയം കളയണ്ട. ഓരോ മുറിയിലും കയറി പവിത്രനുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ അയാളെ സേഫ് ആയിട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വരണം. ഓക്കെ മാഡം. അളിയ, ഞാൻ കാണിച്ചെന്ന് ഫോട്ടോ അറിയാം. അളിയെ മുകളിലത്തെ റൂമിൽ കയറി പരിശോധിച്ചിട്ടോ? ഞാൻ ഈ മുറി പരിശോധിക്കാം. ശരി. ഹരി, എന്തായി? അവിടെ എങ്ങും ആരുമില്ല. എന്നാ വയറ്റിൽ നോക്കാം. അവിടേക്കോ? മാഡം, ഞാൻ ഫോൺ സ്പീക്കറിലിട്ട് സംസാരിച്ചോളാം. റെയ്ഡ് നടക്കുന്ന വിവരം ഹസ്ബൻഡിനൊന്ന് അറിയിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ആ ഫോൺ ഒന്ന് തരൂ. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. മിണ്ടത് അവിടെ നിന്നോണം. മാഡം. സർ, മാഡം ഒട്ടും സമയം കളയരുതെന്ന് ബോസിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ സ്ത്രീയെ വിളിച്ചോണ്ട് പോയി താഴത്തെ മുറികളൊക്കെ ഒന്ന് തുറന്ന് പരിശോധിക്കാമോ? സാർ അവിടെ കണ്ടിന്യൂ ചെയ്തോ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഡൺ. സർ, എന്റെ കൂടെ വന്നേ. താഴത്തെ മുറികളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. ഞാനോ? പിന്നല്ലാതെ. എന്റെ കൂടെ വാ. സാർ പുറത്തേക്കുള്ള ഡോറിൽ പോയി നിൽക്കും. ആര് വന്നാലും ഇങ്ങോട്ട് കടത്തി വിടണ്ട. ശരി മേഡം. വാ വരാൻ.
ഹരീന്ദ്ര? മുകളിലത്തെ 2-3 മുറികൾ മുഴുവൻ അരിച്ചു പറക്കി. ഇവിടെ ആരും ഒളിപ്പിച്ചിട്ടില്ല മാഡം. ദേ, ആ വീടിന്റെ ഒരു പോർഷനും വിടരുത്. മൊത്തം അരിച്ചു പെറുക്കണം. പവിത്രൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. ശരി മാഡം. ഞങ്ങളിന്ന് പവിത്രനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞങ്ങൾ അടുത്ത ഏരിയ നോക്കട്ടെ. പൂട്ടിയിട്ടിരിക്കുന്ന അലമാരകളും ഡ്രോളും എല്ലാം തുറക്ക്. എല്ലാം തുറന്നിട്ടിരിക്കുക. ഇതിനകത്ത് ഒന്നുമില്ല. ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്തുമാത്രം പട്ടുസാരികളായി പെണ്ണുമ്പിളയ്ക്ക്. ഓ